അപ്പോഴങ്ങനെ ഈ ബ്രാഹ്മണൻ മാംസാഹാരം വേണമെന്ന്, കലർന്ന ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൽമാഷപത രാജാവ് പോയിട്ട് തൻ്റെ പാചകക്കാരനോട് മാംസം മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞ് മാംസം കിട്ടാനില്ല. അപ്പോൾ വിശ്വാമിത്രൻ കയറ്റിവിട്ട കിങ്കരൻ എന്ന രാക്ഷസൻ ഈ രാജാവിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതിൻ്റെ പ്രേരണ നിമിത്തം രാജാവ് പറഞ്ഞു മാംസം കിട്ടാനില്ലെങ്കിൽ മനുഷ്യമാംസം കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ പാചകൻ, രാജാവ് പറഞ്ഞാൽ കേൾക്കേണ്ടി പറ്റില്ലല്ലോ, പാചകൻ എന്ത് ചെയ്തു വെച്ചാൽ മനുഷ്യരെ കൊലക്കളത്തിലെത്തുന്ന സ്ഥലമുണ്ട്, വലിയ കൊടും കുറ്റവാളികളെ തൂക്കിക്കൊല്ല, അങ്ങനെ കൊലക്കളത്തിൽ ചെന്നു. അവിടെ നിന്ന് മനുഷ്യമാംസം കൊണ്ടുവന്ന് മനുഷ്യമാംസം കൊണ്ട് നല്ല ഫുഡ് ഉണ്ടാക്കി, കറി ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ എടുത്ത് നേരെ ആ ബ്രാഹ്മണൻ്റെ അടുത്ത് തന്നു. രാജാവിനേക്കാത്തൊരു ബ്രാഹ്മണനോട് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഭക്ഷണം രാജാവ് കൊടുത്തയച്ച ഭക്ഷണമാണ്, അങ്ങ് കഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ തപശക്തിയുള്ള ആളാണ്. അദ്ദേഹം നോക്കിയപ്പോൾ മനസ്സുകൊണ്ട് കണ്ടതിൽ മനുഷ്യമാംസം ചേർത്തുണ്ട്. എന്നെ മനുഷ്യമാംസം തീറ്റിക്കാൻ ശ്രമിച്ച കൽമാഷപാത രാജാവ് ശക്തി ശപിച്ചതുപോലെ മനുഷ്യമാംസം തേടി തിന്ന് ഭൂമിയിൽ അലഞ്ഞു തിരിയട്ടെ എന്നൊരു ശാപം ഈ ബ്രാഹ്മണൻ്റെ വക. അപ്പം ഡബിള് ശാപമായി. അതെ, ഡബിള് ശാപം, ഇരട്ടി ശാപം കിട്ടി. ഒന്ന്, വസിഷ്ഠൻ്റെ മകൻ ശക്തിയെ തല്ലിയപ്പോൾ അദ്ദേഹം ശപിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ ബ്രാഹ്മണൻ്റെ ശാപം, രണ്ടാളും മാംസം തിന്ന് ഭക്ഷിക്കട്ടെ, ഇവിടെ ശപിച്ചതോടുകൂടി മനുഷ്യമാംസം തിന്ന് ഭക്ഷിക്കട്ടെ എന്ന് ശപിച്ചു ആരെ? ഈ ബ്രാഹ്മണനും. അപ്പം രാജാവിനും ആകെ പ്രതിജ്ഞ ചെയ്യും. അദ്ദേഹം ആകെ ഇങ്ങനെ ബഹളം പിടിച്ച് നടക്കുമ്പോൾ ഒരു തവണ അദ്ദേഹം വഴി കൂടെ പോകുമ്പോൾ തന്നെ ശപിച്ച വസിഷ്ഠൻ്റെ മകൻ ശക്തി വരുന്നു. നീയല്ലേ എന്നെ ക്രൂരമായി ശപിച്ചത്, മനുഷ്യമാംസം തിന്ന് ഭക്ഷിക്കട്ടെ എന്ന്. എന്നാൽ നിന്നെ തന്നെ ഞാൻ ആദ്യം തിന്നാം, എൻ്റെ നരമാംസഭോജനം നിന്നെ തിന്നുകൊണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശക്തിയെ പിടിച്ചു കൊന്ന് അദ്ദേഹത്തിൻ്റെ മാംസം ഈ കൽമാഷപാത എന്ന രാജാവ് ഭക്ഷിച്ചു. അപ്പോൾ അവിടെ രാക്ഷസനെ കയറ്റി വിട്ടിട്ടുണ്ട് കിങ്കരൻ. അതെ, അതുകൊണ്ട് ശാപമോക്ഷം ചോദിക്കാൻ രാജാവിന് തോന്നില്ല, കഴിച്ചു. അങ്ങനെ കഴിച്ചപ്പോൾ അങ്ങനെ ഇത് വിശ്വാമിത്രൻ കാണുന്നുണ്ട്, മറിഞ്ഞെന്ന് കാണുന്നുണ്ട്, അദ്ദേഹത്തിന് വേറെ ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ വസിഷ്ഠൻ്റെ ഒരു മകനെ കൊന്നു. 100 മക്കളുണ്ട് വസിഷ്ഠന്. അതിൽ ആദ്യത്തെ മകനാണ് ഈ ശക്തി. അവൻ്റെ കഥ കഴിച്ചു. ബാക്കി 99 ആളുണ്ട്, അവരെയും കൂടി നശിപ്പിക്കണം എന്ന് കണക്കാക്കി ആ വസിഷ്ഠൻ്റെ 99 മക്കളുണ്ട്, ആ സന്താനങ്ങളെയും കൂടി നശിപ്പിക്കേണ്ടെന്ന് കണക്കാക്കി വിശ്വാമിത്രൻ രാക്ഷസനാണല്ലോ, രാക്ഷസൻ കിങ്കരൻ ഈ രാജാവിൻ്റെ ഉള്ളിലുണ്ട്, കൽമാഷപാതൻ്റെ റിമോട്ട് വിശ്വാമിത്രൻ്റെ അല്ല. വിശ്വാമിത്രൻ എന്ത് ചെയ്തു? ഈ രാജാവിനെ വസിഷ്ഠൻ്റെ അവിടേക്ക് വിട്ടു. ഈ രാജാവ് അവിടെ ചെന്നിട്ട് വസിഷ്ഠൻ്റെ ആശ്രമത്തിലുള്ള വസിഷ്ഠൻ്റെ ബാക്കി 99 മക്കളെയും പിടിച്ചങ്ങോട്ട് തിന്നു, ഭക്ഷിച്ചു. അപ്പോൾ രാജാവ് എന്നിട്ട് അവിടുന്ന് പോയി. അപ്പോൾ വിശ്വാമിത്രൻ പോയി. ഇവിടെ കാര്യം നടന്നു. വസിഷ്ഠൻ്റെ സന്താനങ്ങളെ മുഴുവൻ ഈ കൽമാഷപാത എന്ന രാജാവ് വിശ്വാമിത്രൻ കയറ്റിവിട്ട കിങ്കരൻ എന്ന രക്ഷസിൻ്റെ പ്രേരണയാലും ശാപത്താലും, 2 ശാപമുണ്ട്, ശക്തിയുടെ ശാപമുണ്ട്, ആ ബ്രാഹ്മണനുണ്ട്, ഭക്ഷിച്ചു. മക്കൾ മുഴുവൻ മരിച്ചിട്ടും വസിഷ്ഠൻ യാതൊരുവിധ പ്രതികാര നടപടികളും വിശ്വാമിത്രനെതിരെ ചെയ്തില്ല. അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട്, ഒന്നും ചെയ്തില്ല. അദ്ദേഹം തീർച്ചയായും എൻ്റെ മക്കളൊക്കെ മരിച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ, ആത്മഹത്യ ചെയ്യാം എന്ന് തീർച്ചയാക്കി വസിഷ്ഠൻ. വലിയ ബ്രഹ്മർഷിയാണ്, പക്ഷെ 100 മക്കളും മരിച്ചു. ഇനി ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല, ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ച് അദ്ദേഹം ആദ്യം മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ചാടിയപ്പോൾ തല വന്നിട്ടൊരു കല്ലുമ്മ തട്ടി. പക്ഷെ അദ്ദേഹത്തിന് പഞ്ഞിമ തട്ടണ പോലെ അത്ര തോന്നി, യാതൊരു കുഴപ്പമുണ്ടായില്ല, മരിച്ചില്ല. മരിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനിയൊരു കാര്യം ചെയ്യാം, തീയിൽ ചാടാം എന്ന് വിചാരിച്ച് അദ്ദേഹം അഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ചിട്ട് തീയിലേക്ക് ചാടിയപ്പോൾ അദ്ദേഹത്തിന് എയർ കണ്ടീഷൻ പോലെ അത്ര തോന്നി, എയർകൂൾ വളരെ തണുപ്പ് കുളിരായിട്ട് തോന്നി, മരിച്ചില്ല. അവിടെ നിന്നും കയറി പോന്നു. മരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ മരിക്കാൻ ഇനി മരിക്കാൻ വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കടലിൽ ചാടി. കടലിലാണ് ചാടുക, അങ്ങനെയുണ്ടൊരു കളി. കടലിൽ ചാടിയപ്പോൾ തിരമാലകൾ യാതൊരു പോറലും പറ്റാതെ വസിഷ്ഠൻ്റെ അടുത്ത് കരക്കല കൊണ്ടുവച്ചു. മരിക്കാൻ പറ്റില്ല. പിന്നെയോ മരിക്കണ്ടേ, ആത്മഹത്യക്ക് പോലും പറ്റണ്ടായി. പിന്നെ അദ്ദേഹം തീർച്ചയായും ഒരു നദിയുണ്ട്, നദിയിൽ ചാടാം എന്ന് കണക്കാക്കി അദ്ദേഹം ശരീരം മുഴുവൻ കയറുകൊണ്ട്, പാശം കൊണ്ട് വരിഞ്ഞ് കെട്ടി കയറുകൊണ്ട്, എന്നിട്ട് ഈ നദിയിലെ പോയി ചാടി. നദിയിൽ പോയി ചാടിയപ്പോഴോ നദി എന്ത് ചോദിച്ചു, ഈ വസിഷ്ഠൻ്റെ കയറ് പാശമൊക്കെ പൊട്ടിച്ചു. ഒരു കുഴപ്പം കൊണ്ടുണ്ട് അദ്ദേഹത്തെ കരയ്ക്ക് എത്തിച്ചു.
അങ്ങനെ പാശം അറുത്തു മാറ്റിയത് കൊണ്ട് ആ നദിക്ക് വിപാശ എന്ന് പേര് വന്നു എന്നാണ്. വസിഷ്ഠൻ ആത്മഹത്യ ചെയ്യാൻ കിട്ടിയ കയറ് അറുത്തു മാറ്റിക്കൊണ്ട് നദിക്ക് വിപാശ എന്ന് പേര് വന്നു. ഒരു രക്ഷയില്ല, മരിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഞാൻ ആലോചിച്ചിട്ടിരുന്നപ്പോൾ വേറെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു ഉഷാറില്ല, ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പണ്ട് നമ്പൂരി ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ട പോലെയായി. പണ്ട് നമ്പൂരി ജോലി കിട്ടേണ്ടി വന്നു. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇംഗ്ലീഷ് പഠിച്ചു, സംസ്കൃതം പഠിച്ചു, ഇംഗ്ലീഷിൽ സംസ്കൃതം പഠിച്ചു. ജോലിയൊന്നും കിട്ടിയില്ല. ജോലി കിട്ടാണ്ട് എത്ര നാളാണ് ജീവിച്ചിരിക്കുക എന്ന് കണക്കാക്കി അദ്ദേഹം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ച്. എന്താ എളുപ്പവഴിയിൽ മരിക്കാൻ എളുപ്പം, അതെ എളുപ്പവഴിയിൽ മരിക്കാൻ എന്താ എളുപ്പം എന്നാലോചിച്ച് അദ്ദേഹം തൂങ്ങിച്ചാവാൻ നിശ്ചയിച്ചു. തൂങ്ങിച്ചാവണമെങ്കിൽ കയറ് വേണമല്ലോ. കയറ് മേടിക്കാൻ നല്ല കയറായിക്കോട്ടെ എന്ന് തീർച്ചയായും അദ്ദേഹം ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയാണ് കയറ് പിരിയുടെ സ്ഥലം. ആലപ്പുഴയിൽ 2 ജാതി കയറുണ്ട്. ഒന്ന് ചകിരിയുടെ കയറ്, പിന്നൊന്ന് തകഴിയുടെ കയറ്. അതിൽ തകഴിയുടെ കയറ് നോവല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ അവിടെ പോയിട്ട് ചകിരിയുടെ കയറ് മേടിച്ചു. അപ്പോൾ കടക്കാർ പറഞ്ഞു 2 തരം കയറുണ്ട്, തകഴിയുടെ കയറുണ്ട്, ചകിരിയുടെ കയറുണ്ട്. വേണ്ട എനിക്ക് ചകിരിയുടെ കയറ് മതി എന്ന് പറഞ്ഞ് ചകിരിയുടെ കയറ് മേടിച്ചുകൊണ്ടുവന്ന് ഇല്ലത്തിൻ്റെ ഉത്തരത്തുമ്പോൾ കെട്ടി. ഉത്തരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ബീം, ഇംഗ്ലീഷ് മീഡിയക്കാരെ അപ്പോൾ കൂടുതൽ, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ബീം എന്നാണ് പറയുക. ആ ഉത്തരത്തുമ്പോൾ കെട്ടിയിട്ട് ഒരു തല കഴുത്തിൽ കെട്ടി ഒരു ഒറ്റ ചാട്ട ചാടി. ഇപ്പോൾ കയറ് പൊട്ടി താഴ്ത്തു വീണു. മരിക്കാൻ പറ്റുന്നില്ല. ധന്യ വസിഷ്ഠൻ്റെ ചെയ്തിപ്പോഴേ രണ്ടാമത് നമ്പൂരി കയറ് ഒക്കെ മുറുക്കി കെട്ടി ആദ്യം ചാടി, അപ്പോഴും മരിക്കാൻ പറ്റില്ല. മൂന്നാമതും ചാടി, ഇത്തവണ ചത്തട്ടുള്ള കാര്യമുള്ളൂ എന്ന് വെച്ചാൽ മൂന്നാമതും ചാടി, അപ്പോഴും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. കയറ് പൊട്ടി താഴ്ത്തു വീണു. എന്ത് ചെയ്താൽ മരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അവിടെ കിടന്നിട്ടൊരു ആത്മകഥം ഉണ്ടായിത്തരേ. കഷ്ടം, ഒരാളൊക്കെ കെട്ടി തൂങ്ങി ചാവാൻ കൂടി വശല്യാച്ചാൽ അയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കന്നെ വരുന്നതാണ്. അപ്പം അതുപോലെ വസിഷ്ഠ ഈ കണ്ട പണി മുഴുവൻ പറ്റിച്ചിട്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ നിരാശനായി അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പുറത്തേക്ക് പോകുമ്പോൾ ഹിമാലയത്തിൽ നിന്നും അതിഗംഭീരമായിട്ടൊരു നദി ഒഴുകി വരുന്ന കണ്ടു. അതിലാ ചാടാം എന്ന് വെച്ചാൽ വസിഷ്ഠൻ ഈ നദിയിലേക്ക് എടുത്ത ചാടിയപ്പോൾ ഈ നദി വസിഷ്ഠനെ താങ്ങാൻ, അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ താങ്ങാനോ മറ്റോ ശക്തി ഇല്ലാണ്ട് പല വഴിക്ക് 100 വഴിക്ക് ഒഴുകി പോയി. അങ്ങനെ ആ നദിക്ക് ശതദ്രു, അതെ 100 വിധത്തിൽ ഒഴിഞ്ഞ് ദ്രുത എന്ന് പറഞ്ഞ് ഇങ്ങനെ പിളർന്നു പോയതുകൊണ്ട് ആ നദിക്ക് ശതദ്രു എന്ന് പേര് വന്നു എന്നാണ്. അപ്പോൾ വസിഷ്ഠൻ്റെ ആത്മഹത്യാശ്രമം നമ്മുടെ നമ്പൂരിയുടെ ആത്മഹത്യാശ്രമം പോലെ ദയനീയമായി പരാജയപ്പെട്ടു. അദ്ദേഹം അവിടെ ഇങ്ങനെ മരിക്കാൻ പറ്റണില്ല, തയ്യ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എവിടെയോ പോയി പുറത്തു പോയി തൻ്റെ ആശ്രമത്തെങ്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഈ ശക്തി ആദ്യമായിട്ട് കൽമാഷപാദ എന്ന രാജാവിനെ ശപിക്കുകയും കൽമാഷപാദ രാജാവ് വഴിക്ക് വെച്ച് കണ്ട് പിടിച്ചു ഭക്ഷിക്കുകയും ചെയ്ത വസിഷ്ഠൻ്റെ മൂത്ത മകൻ ശക്തിയുടെ ഭാര്യ, അവരുടെ പേര് അദൃശ്യന്തി എന്നാണ്. ഇൻവിസിബിൾ അങ്ങനെ കാണാൻ പറ്റില്ല, അദൃശ്യന്തി. ഈ അദൃശ്യന്തി എന്ന് പറയുന്ന ഭാര്യ വസിഷ്ഠനെ പിന്തുടരുന്നുണ്ട്. ആരുടെ ഭാര്യ? വസിഷ്ഠൻ്റെ മകൻ്റെ ഭാര്യ, ശക്തിയുടെ ഭാര്യ, മൂത്ത മകൻ ശക്തിയുടെ ഭാര്യ. അങ്ങനെ ഒരു ദിവസം വസിഷ്ഠൻ തൻ്റെ ആശ്രമത്തിലേക്ക് എവിടെ നിന്ന് പോയി വരിക. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. എന്താ ഒരു ശബ്ദം എന്ന് ശ്രദ്ധിച്ചപ്പോൾ ആരോ വേദം ചെല്ല. 4 അംഗങ്ങളും 6 ശാസ്ത്രങ്ങളുള്ള വേദം ആരോ ചെല്ലണ ശബ്ദം കേട്ടു. ആരാ ഈ വേദം ചെല്ലണേ? എന്താ ഒരു ശബ്ദം? അതെ, ആരാ എന്നെ പിന്തുടരണെന്ന് ചോദിച്ചു. അത് ഞാനാച്ചാ, അദൃശ്യന്തി. ശക്തിയുടെ ഭാര്യയോ? അതെ. എന്താ ഒരു ശബ്ദം? ആരാ വേദം ചെല്ലണേ? അതെ, ശക്തിയിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്. ആ കുട്ടി എൻ്റെ വയറ്റിലുണ്ട്. അയാൾ 12 വർഷമായിട്ട് എൻ്റെ വയറ്റിൽ കിടന്ന് വേദം ചെല്ലുക. ആ ശബ്ദമാണ് ഈ ഭവാൻ ഇപ്പം കേട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠനൊരു സമാധാനമായി. അതെന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ്റെ പുത്രൻ എൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയാണല്ലോ, പുത്രന്മാരൊക്കെ മരിച്ചു എങ്കിലും ഗർഭിണിയാണല്ലോ. അപ്പോൾ തൽക്കാലം അദ്ദേഹം ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു.